ചരിത്രത്തിലാദ്യമായി 40 ഡിഗ്രിയായി ഉയർന്ന താപനില. കാട്ടുതീ ഭീതി, റെഡ് അലർട്ടിൽ ചുട്ടുപൊള്ളുന്ന നഗരങ്ങൾ. ഉഷ്ണതരംഗത്തിൽ കത്തുകയാണ് യൂറോപ്പ്. ഫ്രാൻസിൽ താപതരംഗത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണത്തിൽ ജൂൺ അവസാന വാരം 30% വർധനവുണ്ടായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പാരീസ് മേഖലയിൽ മാത്രം കഴിഞ്ഞ ആഴ്ച മരണത്തിൽ 62% വർധനയാണ് ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഫ്രാൻസിൽ താപതരംഗ മരണം നിയന്ത്രിക്കാനാകാത്തത് സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യത്തിൽ സെബാസ്റ്റ്യൻ ലൂഗോനു സർക്കാരിനെതിരെ ഗ്രീൻ പാർട്ടി വ്യാഴാഴ്ച അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസും നൽകിയിരുന്നു. അതിനിടെ യൂറോപ്പിൽ വരുന്ന ഏതാനും ദിവസങ്ങളിൽ താപതരംഗം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും താപതരംഗത്തിന്റെ മരണനിരക്ക് കുത്തനെ ഉയർന്നിട്ടുണ്ട്. ബെൽജിയത്തിൽ കഴിഞ്ഞ ആഴ്ച 1222 അധിക മരണങ്ങൾ രേഖപ്പെടുത്തി. മുൻ ആഴ്ചത്തെ അപേക്ഷിച്ച് 39% വർധനയാണ് മരണസംഖ്യയിലുണ്ടായത്. നെതർലൻഡ്സിൽ 480 അധിക മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. യൂറോപ്പിലാകെ ഇതുവരെ 4000-അടുത്ത് മരണങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിന്റെ തെക്കൻ മേഖലയിൽ ഓഡ് ഇറോ പ്രവിശ്യകളിൽ 2200 ഏക്കറിൽ കാട്ടുതീ പടർന്നു. ഗ്രീസിൽ കാട്ടുതീയിൽ 2 പേർ മരിച്ചു. വിവിധ രാജ്യങ്ങളിൽ ജലക്ഷാമം രൂക്ഷമായിട്ടുണ്ട്. കനത്ത ചൂടിൽ പാളങ്ങൾ നശിച്ചതോടെ ട്രെയിൻ ഗതാഗതം ചിലയിടങ്ങളിൽ മുടങ്ങി. വൈദ്യുതി മുടക്കം സാധാരണ ജനജീവിതം ദുസ്സഹമാക്കി. പല രാജ്യങ്ങളിലെയും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോയത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിരുന്നു. യൂറോപ്പിലെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. റെയിൽവേ ട്രാക്ക് സഹിതം വെന്തുരുകി ഒലിക്കുന്നതിന്റെ വീഡിയോകളും വലിയ ചർച്ചയായി മാറി. എസിയും ഫാനും വാങ്ങാൻ ഓടുന്നവരുടെ വീഡിയോകൾ ഇൻസ്റ്റഗ്രാമിലും വൈറലായിരുന്നു. ഒമേഗ ബ്ലോക്ക് എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണെന്നാണ് വിദഗ്ധർ അറിയിക്കുന്നത്. 2 കുറഞ്ഞ മർദ്ദമേഖലയുടെ ഇടയിൽ ഉയർന്ന മർദ്ദമേഖല രൂപപ്പെടുന്നതാണ് ഒമേഗ ബ്ലോക്ക്. ഉയർന്ന മർദ്ദമേഖല കാരണം ഭൂമിയിൽ നിന്നുയരുന്ന ചൂട് അന്തരീക്ഷത്തിലേക്ക് കടക്കില്ല, ഉപരിതലത്തിൽ തന്നെ തങ്ങി നിൽക്കും. ഗ്രീക്ക് അക്ഷരമായ ഒമേഗയുടെ രൂപത്തിലായതുകൊണ്ടാണ് ഈ പേര്. സാധാരണ പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് വീശുന്ന കാറ്റും ഇത് തടസ്സപ്പെടുത്തും. ചൂട് അസഹനീയമാവും. അതാണിപ്പോൾ യൂറോപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ചൂടിനെ പ്രതിരോധിക്കാൻ അവർക്ക് പ്രധാന തടസ്സമാകുന്നത്. യൂറോപ്പിലെ ഭൂരിഭാഗം വീടുകളിലും AC ഇല്ല. ഫാനുകളുള്ളവർ തന്നെ വളരെ കുറവാണ്. പല യൂറോപ്യൻ വീടുകളും കട്ടിയുള്ള ഇൻസുലേഷൻ, ചെറിയ ജനാലകൾ, കുറഞ്ഞ വായു സഞ്ചാരം എന്നിവയോടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നീണ്ട ശൈത്യകാലത്ത് വീടിനുള്ളിൽ ചൂട് നിലനിർത്താൻ സഹായിക്കുമെങ്കിലും വേനൽക്കാലത്ത് ഇത് തിരിച്ചടിയാണ്. സൂര്യാസ്തമയത്തിന് ശേഷവും വീട്ടിനുള്ളിലെ താപനില അപകടകരമായ വിധം ഉയർന്നു തന്നെ ഇരിക്കാൻ ഇത് കാരണമാകുന്നു. ചൂട് അനുഭവപ്പെടുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് അന്തരീക്ഷത്തിലെ ഈർപ്പം. മനുഷ്യ ശരീരം പ്രധാനമായും വിയർപ്പിലൂടെയാണ് സ്വയം തണുപ്പിക്കുന്നത്. ചർമ്മത്തിൽ നിന്ന് വിയർപ്പ് ബാഷ്പീകരിക്കപ്പെടുമ്പോൾ അത് ശരീരത്തിലെ ചൂടിനെ പുറന്തള്ളുന്നു. അന്തരീക്ഷത്തിൽ ഇതിനകം തന്നെ ഈർപ്പം കൂടുതലാണെങ്കിൽ വിയർപ്പ് വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടില്ല. ഇതേ തുടർന്ന് ശരീരം കൂടുതൽ ചൂട് നിലനിർത്തുകയും കടുത്ത ശാരീരിക അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നു. കോൺക്രീറ്റ് കെട്ടിടങ്ങളും ടാർ റോഡുകളും നിറഞ്ഞ ഇടതൂർന്ന നഗരങ്ങളിൽ ചൂട് വളരെ കൂടുതലായിരിക്കും. ഇതിനെ അർബൻ ഹീറ്റ് ഐലൻഡ് എഫക്ട് എന്നാണ് വിളിക്കുന്നത്. ആവശ്യത്തിന് തണലില്ലാത്തതും വായുസഞ്ചാരം കുറഞ്ഞതുമായ നഗരങ്ങളിൽ കോൺക്രീറ്റ് പ്രതലങ്ങൾ പകൽ സമയത്ത് ചൂട് ആഗിരണം ചെയ്യുകയും രാത്രിയിൽ അത് പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് ഒരേ താപനിലയെ കൂടുതൽ കഠിനമാക്കുന്നു. വേനൽക്കാലം മാത്രം ഇതുവരെ നേരിട്ട യൂറോപ്യൻ ജനതയ്ക്ക് ഈ ചൂട് അസഹനീയമാണ്. പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം ഉഷ്ണതരംഗങ്ങൾ താങ്ങാൻ അവർക്ക് കഴിയില്ല. തുടർച്ചയായ ദിവസങ്ങളിൽ തണുപ്പ് ലഭിക്കാതെ വരുമ്പോൾ ശരീരം വേണ്ടത്ര വീണ്ടെടുക്കൽ നടത്താൻ സാധിക്കാതെ പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണവുമാകുന്നു. പാരീസിലെ ഫാഷൻ വീക്കിനെ അടക്കം ചൂട് ബാധിച്ചിരുന്നു. കാഴ്ചക്കാർ ഉരുകി. ഷോ സമയം മാറ്റി ഡിസൈനേഴ്സും കമ്പനികളും നിലപാടുകളെടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ജോലി സമയവും മാറ്റി. കാർഷിക മേഖലയിൽ കനത്ത തിരിച്ചടിയാണ് ചൂട് കാരണം ഉണ്ടായത്. പല കർഷകരും വിളവെടുപ്പ് രാത്രികാലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ യൂറോപ്പ് നേരിടുന്നത്. ഉഷ്ണതരംഗങ്ങൾ പതിവാകുമ്പോൾ എങ്ങനെ അത് നേരിടുമെന്നതാണ് ഇവിടെ പ്രധാന ചോദ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.